എൻ്റെ ഒരു മാനേജർ ഒരിക്കൽ എൻ്റെ അടുത്ത് പറയുകയാണേ, നിങ്ങൾ കേരളക്കാർ വല്ലാത്തൊരു ആത്മബന്ധമാണല്ലോ എന്ന്. എന്തേന്ന് വെച്ചാൽ അപ്പോൾ പറയുക, അവിടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഓഫീസ് ബോയ്, അദ്ദേഹം 10-15 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ പുതിയൊരു എംപ്ലോയി മുസ്ലിമാണ്, പക്ഷേ മലയാളിയാണ്, വന്ന് ജോയിൻ ചെയ്ത്. അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ള, പക്ഷേ അദ്ദേഹത്തിനൊരു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ ഈ ബഷീർക്ക് കാശ് 1000 റിയാൽ എണ്ണി കൊടുക്കുക. അത് കണ്ടിട്ട് ഈ അംജിദ് എന്ന് പറയുന്ന മാനേജർ പറയുക, ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നിങ്ങൾ കേരളക്കാർ എന്നുള്ളൊരൊറ്റ ബന്ധം മാത്രം, ഒരാഴ്ചയുടെ അടുപ്പല്ലുള്ള ഇയാളായിട്ട് എന്ത് വിശ്വാസത്തിലെ കാശ് കൊടുക്കുന്നു? ഒറ്റ വിശ്വാസമുള്ളൂ, നിങ്ങൾ കേരളക്കാരാണ് എന്നുള്ളത്. നിങ്ങൾ വല്ലാത്തൊരു ആത്മബന്ധമാണല്ലോ അല്ലേ? വെറുതെ അല്ലേ എവിടെ നോക്കി നിങ്ങൾ കേരളക്കാരെങ്ങനെ കാണുന്നതെന്ന്? ശരിയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, കേരളത്തിൽ പാടന്തർ മർക്കസിൽ ദേവർഷോൽ ഉസ്താദിൻ്റെ അടുത്ത് വന്നിട്ട് 10-30 വയസ്സായിട്ടും കല്യാണത്തിൻ്റെ സൗഭാഗ്യം ലഭിച്ചില്ല എന്നുള്ള ആ വിഷമത്തെ മകളുടെ കാര്യമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കണ്ണീരങ്ങ് കണ്ടപ്പോൾ ദേവർഷോൽ ഉസ്താദിൻ്റെ ഹൃദയങ്ങ് പിടച്ചു. അവിടെ ഇറങ്ങുക മനുഷ്യർക്കൊപ്പം, മനുഷ്യന് വേണ്ടി. അവിടെ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇല്ല. ആ മനസ്സിൻ്റെ ആ അമ്മയുടെ വേദന സ്വന്തം വേദനയായിട്ട് ഏറ്റെടുത്ത് ദേവർഷോൽ ഉസ്താദ് ഇറങ്ങിയപ്പോൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷമൊക്കെ ആയിട്ട് 100 കണക്കിന് നവമിഥുനങ്ങളുടെ കല്യാണങ്ങളാണ് അവിടെ നടന്നത്. ആ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 850ഓളം നവമിഥുനങ്ങളുടെ അവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടരുകയാണ്. അവരുടെ അമ്മമാരിലും അച്ഛനമ്മമാരിലും ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ മനുഷ്യർ എന്നുള്ള ഒരൊറ്റ ബന്ധം മാത്രമേ ഉള്ളൂ. അക്കരിം ജാറക്കും വലവുക്കാന കാഫിറ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന സഹോദര മതസ്ഥരെ അവരെ ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിക്കുന്ന, അത് പഠിപ്പിക്കുന്ന ദേവർഷോൽ ഉസ്താദ് ഇറങ്ങിയപ്പോൾ ആ വിഷയം സമൂഹത്തിൽ കേരളത്തിനോടങ്ങ് പറഞ്ഞപ്പോൾ വെറും 48 മണിക്കൂറുകളെ കൊണ്ട് 6 കോടി രൂപയാണ് സമാഹരിച്ചത്. എന്നിട്ട് അവരുടെ കല്യാണം കഴിച്ചു കൊടുക്കുക. അതിലൂടെ ആ നവമിഥുനങ്ങളുടെ ചുണ്ടുകളിൽ പൂപ്പുഞ്ചിരി വിടരുകയാണ്. അവരുടെ അച്ഛനും അമ്മമാരിലും സന്തോഷം പൂത്തുലയുകയാണ്. അവരുടെ കുടുംബങ്ങളിലൊക്കെ സന്തോഷം വിടരുകയാണ്, സന്തോഷം പൂത്തുലയുകയാണ്. അവരിലൂടെ ഉണ്ടാകുന്ന അവരുടെ മക്കളും ആ തലമുറകൾ, അത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയൊക്കെ തോളോട് തോൾ ചേർന്ന് ഒരേ പൂന്തോട്ടങ്ങളായിട്ട് അങ്ങനെ പൂത്തുലഞ്ഞ് കാണുന്ന നമ്മൾ സുന്ദരമായിട്ടുള്ള ഒരുപാട് 100 കണക്കിന് റീടേക്കുകളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമ കഥകളല്ല കേരള സ്റ്റോറി. ഇങ്ങനെ ജീവിക്കുന്ന, സുഗന്ധം പരിമളം വീശുന്ന, ജീവിച്ച് കാണിക്കുന്ന ഇത്തരം കേരള സ്റ്റോറികളുടെ കഥകളാണ് നമുക്ക് പറയാനുള്ളത്. ജീവിച്ച് കാണിക്കുന്ന കഥകൾ. അതെ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുള്ള ആ കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്ന അവരൊക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ്. ഇത്ര നല്ല മനസ്സുകളുള്ള പണ്ഡിതന്മാരും ആളുകളും മനുഷ്യരും അവർക്ക് വേണ്ടി സഹായിക്കുന്ന 100 കണക്കിന് ആളുകളൊക്കെ ഉള്ള നമ്മുടെ കേരളം. അതാണ് നമ്മുടെ എല്ലാ ധൈര്യം. ഇതാണ് ഇന്ത്യക്ക് മാതൃകയാവാനുള്ളത്. എന്നും ഈ സ്നേഹം പൂത്തുലയട്ടെ അല്ലേ? സന്തോഷങ്ങൾ നേരം.